ഗോഡ്. എൻ്റെ ലൈഫിൽ മാതാവുമായിട്ടുള്ളൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ജനനം മുതലാണെന്ന് വേണമെങ്കിൽ പറയാവേ. അതായത് എൻ്റെ അമ്മയ്ക്കും അപ്പനും 12 വർഷം മക്കളില്ലാണ്ട് അതിന് ശേഷം ഒരുപാട് പ്രാർത്ഥിച്ചുണ്ടായതാണ് ഞാനും എൻ്റെ ചേട്ടനുമേ. അപ്പം അമ്മ എപ്പോഴും പറയും, പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയിലാണ് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ലഭിച്ചത്. പരിശുദ്ധ അമ്മയോടാണ് അമ്മ ഇങ്ങനെ കൂടുതലും ഒരു മക്കൾക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിച്ചത്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അമ്മ എപ്പോഴും പറയാറുണ്ട്. സോ അങ്ങനെ ജനനം മുതൽ പരിശുദ്ധ അമ്മയോടുള്ളൊരു ബന്ധമുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ഉള്ളിൽ ആ ഒരു പേരിനോടോ പരിശുദ്ധ അമ്മയോടോ ഉള്ളൊരു സ്നേഹത്തിനൊരു കുറവുണ്ടായിരുന്നു. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്. എൻ്റെ പേര് മറിയാമ്മ എന്നാണ്. കുഞ്ഞുനാളിൽ കൂട്ടുകാരൊക്കെ കളിയാക്കി അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെ ഭയങ്കര അപകർഷതാബോധമാണ് എൻ്റെ പേര് എനിക്ക് ലഭിച്ചതിൽ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെടുകയും പരാതിയൊക്കെ പറയുമായിരുന്നേ. പിന്നെ മാതാപിതാക്കൾ പറഞ്ഞു, നീ ഓരോ തവണ ഭൂമിയിൽ നിൻ്റെ ഈ പേര് വിളിക്കുമ്പോഴും സ്വർഗത്തിൽ മാതാവ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു. ഇവരെന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ മാതാവിനോട് ഞാൻ പോയി സങ്കടം പറയും, എന്തിനാ മാതാവേ ഈ പേര് എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞു കുഞ്ഞുനാളിൽ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പേരിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് ഞാനൊരു എൻട്രൻസ് കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ധ്യാനം അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു ചേച്ചിക്ക് മുട്ടിനൊരു ചെറിയൊരു ഇൻഫ്ലമേഷനും പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിക്ക് അത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. അപ്പം ഈ ഒരു ധ്യാനത്തിൽ ഇരുന്ന സമയത്ത് അതൊരു മാതാവിൻ്റെ പള്ളിയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ പേരിന് എൻ്റെ പേര് അമ്മയുടെ പേരാണല്ലോ. അപ്പം ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. ഈ ചേച്ചിയുടെ കാലിൻ്റെ വേദനയും ഈ മുട്ടിൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ചേച്ചിയുടെ കാലെ കുറിച്ചൊക്കെ വരച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമായപ്പം ചേച്ചിക്ക് നല്ല വേദനയ്ക്ക് കുറവും ആ കാലിൻ്റെ ആ നീരും ഒക്കെ നന്നായിട്ട് മാറി. അപ്പം അത് എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ പേരിനൊരു അർത്ഥമുണ്ട്, ആ പേരിൽ ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലായത്. അതായത് മാതാവിൻ്റെ ആ ഒരു പേര് വിളിക്കപ്പെടുന്നത് പോലും എത്ര ഭാഗ്യമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു ഇൻസിഡൻറ്റ് വഴിയാണ്. പിന്നെ ലൈഫ് ലോങ് നോക്കുകയാണെങ്കിലും എൻ്റെ ഏത് സ്ട്രഗിൾസിലും ഞാൻ ആദ്യം ഓടി ചെല്ലുന്ന എനിക്കൊരു കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറക്കത്തിലായാലും കിടക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ, എൻ്റെ തൊട്ട് ചാരെ എന്നെ കാത്തു പരിപാലിക്കാൻ എൻ്റെ കൂടെ കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മേനെ കൂട്ടി വിളിക്കാറുണ്ട്. ഈശോയിലേക്ക് ഏറ്റവും അധികം നമ്മൾ അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിശുദ്ധ അമ്മയാണ്. പ്രധാനമായിട്ടും നമ്മൾ ജപമാല ഭക്തിയിലൂടെയാണ് നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ജപമാലയും മുടക്കില്ലാണ്. പക്ഷേ പരിശുദ്ധ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മ